കാർ ബൊനാൻസ വേഗമാകട്ടെ. ആധാർ ബന്ധിപ്പിക്കാൻ മാർച്ച് 31 വരെ സമയം. മൊബൈൽ, പാൻ തുടങ്ങിയവയ്ക്കും ബാധകം. ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ആധാറിന്റെ അപേക്ഷ നമ്പർ മതിയെന്നും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ഓഖി ദുരന്തത്തിൽ മരിച്ച 2 പേരെ കൂടി തിരിച്ചറിഞ്ഞു. ഒമാൻ തീരത്ത് മൃതദേഹങ്ങൾ കണ്ടെന്ന വിവരത്തെ തുടർന്ന് തെരച്ചിലിന് കേരളം ഒമാന്റെ സഹായം തേടി. ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി ലത്തീൻ സഭ ഹൈക്കോടതിയിലേക്ക്. സി കെ വിനീതിന്റെ ഗോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ ജയം. കൊച്ചിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ തോൽപ്പിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാകിസ്ഥാനുമായി ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായി നാളെ സ്ഥാനമേൽക്കും. വിരമിച്ചേക്കുമെന്ന സൂചന നൽകി സോണിയ. സോളാർ കമ്മീഷൻ നടപടികളിലെ സർക്കാർ പിന്മാറ്റത്തിന് കാരണം നിയമോപദേശത്തിലെ കർശന മുന്നറിയിപ്പ്. കേസോ നടപടിയോ പാടില്ലെന്ന് ജസ്റ്റിസ് അരിജിത് പാസായത്ത്. പകർപ്പ് മനോരമ ന്യൂസിന്. ശുപാർശകളിൽ നിയമപരമായും വസ്തുതാപരമായും തെറ്റുകളുണ്ടെന്ന് ഉമ്മൻചാണ്ടി. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം പലസ്തീൻ ചിത്രം വാജിബിന്. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം പുരസ്കാരം സഞ്ജു സുരേന്ദ്രന്. മികച്ച ചിത്രത്തിനുള്ള തൊണ്ടിമുതലും ദൃക്സാക്ഷിയും മികച്ച മലയാള ചിത്രം. നമസ്കാരം.